തമിഴിൽ ഡബ് ചെയ്യുക അല്ലെങ്കിൽ തമിഴ് ഡയലോഗ്സ് പറയുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് തമിഴുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പോലും പലപ്പോഴും മലയാളം ആക്ടേഴ്സ് അവിടെ പോയി പറയുമ്പോൾ உங்களுக்கு അതെല്ലാം പുരിയുമാ എന്ന് പറഞ്ഞിട്ട് ഈ മലയാളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല തമിഴ് ഡയലോഗ്സ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത്. ഷൈൻ അത് അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്തിരുന്നത്? അത് ഇച്ചിരി പണിയാണ്. ഡബിങ് കുറച്ചധികം ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം 2 ദിവസം ഡബ് ചെയ്തു, അതിൽ നിന്നും കുറെ കർഷം വന്നു, പിന്നെ 1 ദിവസം ഡബ് ചെയ്തു, പിന്നെയും കർഷം വന്നു, പിന്നെ 2 ദിവസം ഇരുന്നു. അങ്ങനെ നമ്മൾ മാക്സിമം പറ്റണ അത്രയും ആ ഒരു, അതായത് എത്ര പറഞ്ഞാലും ആ ഒരു മലയാളി സ്ലാങ് കയറി വരും. സാധനം അവോയ്ഡ് ചെയ്യാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്, മാക്സിമം എന്നാൽ കഴിയുന്നത് ശ്രമിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വാക്കുകൾ ഉണ്ടായിരുന്നോ കുറച്ച് ടഫായി ഉണ്ടായിരുന്നത്? ചില വാക്കുകളുണ്ട്. ഇവര് ലായൊക്കെ പറയണൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാം കൊഞ്ചം വേർഡ്സ് നിങ്ങൾ சொல்றது കൊഞ്ചം ഡിഫറെന്റ്, മലയാളത്തിൽ നിന്ന് ഡിഫറെന്റ്, സ്പെസിഫിക് പറഞ്ഞാൽ. ഇനി ബാസി ഒരു പടത്തില് ബിവെയർ ഓഫ് ഡോഗ്സിൽ ഈ തമിഴ്നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അകപ്പെടും. എന്നിട്ട് പിന്നെ ബാസി അവിടുത്തെ തമിഴ്നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. സാർ എനിക്കെന്താ പൊമ്പളകളെ കിട്ടാത്തൊരു സീൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതേപോലെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സംതിങ് ലൈക്ക് ദാറ്റ് ഓൾസോ ഐ തിങ്ക് ഡയറക്ടറിന് ഓർമ്മ ഉണ്ടാവുന്നു. അവരായിരുന്നു കറക്റ്റ് ഗൈഡ് ചെയ്തത്. சார் உங்களுக்கு இப்போ ஷெய்ம் வந்து ஒரு பியூர் தமிழ் போயா வந்து ஒரு படத்தில் நடிச்சாங்கல்ல, உங்களுக்கு ஒரு அவுட் அண்ட் அவுட் மலையாளி ரோல் பண்ணா நீங்கள் ஓகே? 100%. வை நாட்? தமிழ் டைலாக்ஸ் பேச மலையாளத்தில் சாரி மலையாளத்தில் டைலாக்ஸ் பேச ஓகே தான். மலையாளம் ஆக்சுவலாக கொஞ்சம் பேசலாம், எனக்கு பிடிச்சிருக்கு. ஸோ மலையாளம் ரொம்ப சில வார்த்தைகள் தமிழில் ரொம்ப தூய தமிழ் சொல்லுவாங்க. இப்போ நிறைய சேஞ்ச் லாட் நிறைய, பட் அதுக்கு வந்து ஆரிஜினாக ஒரு வார்த்தை இருக்குல்ல, அதெல்லாம் நிறைய இப்போ மலையாளம் இருக்கும் அது. ஸோ அது வந்து தமிழோட அந்த வார்த்தைகளாக இருக்கும். ஸோ மலையாளம் இஸ் ஆக்சுவலி பேசலாம், கொஞ்சம் ட்ரை பண்ணால் வி கேன் டாக். இப்போ மலையாளத்தில் கூட நாங்கள் இந்த தமிழ் வார்த்தைக்கு நிறைய யூஸ் பண்ணுவோம். இப்போ இஃப் சம் மூவிஸ் லைக் it has some kind of big action sequences or anything, we say that சம்பவம் இருக்கு and githu and all are now used in Malayalam lingo as well. நீங்க அவுட் ஆஃப் ப்ரொமோஷன்ஸ் நீங்க as a person ரொம்ப ஜோலியா கவுண்டர் டயலாக்ஸ் எல்லாம் பேசிட்டு நான் பார்த்துருக்கேன். அந்த மாதிரி ஒரு கேரக்டர் உங்களுக்கு கிடைச்சிருக்கா ஃபன் டைப்? இல்லை ஆக்சுவலாக அதுதான் இப்போ நான் அது மாதிரி தான் பண்ணணும். நெக்ஸ்ட் அது மாதிரி தான் ஸ்கிரிப்ட்ஸ் கேட்டுட்டு இருக்கேன். ஸோ இது வந்து நிறைய பேர் என் ஃப்ரெண்ட்ஸ் என்னை ஃபஸ்ட்டு கேள்வி தான் கேட்பாங்க. ஏன்னா நான் யூஸ் டு பி சூப்பர் ஃபன் ஜாலி அந்த மாதிரி. பட் நமக்கு இந்த மெட்ராஸ்லேருந்து அப்படி ஸ்டார்ட் பண்ணி ரொம்ப சீரியஸான இமேஜ் செட் ஆனதால் ஐ குடன்ட் எக்ஸ்ப்ளோர் தட் ஸ்பேஸ் இட் செல்ஃப். ஸோ அதனால் வந்து நெக்ஸ்ட் வந்து டு ஒன்லி ஐ திங்க் ஒன் ஃபிலிம் விச் வாஸ் லைட் ஹார்ட்டட். அந்த மாதிரி நான் பண்ணது வந்து there's ஒன் ஃபிலிம் கால் ராஜா மந்திரி. அது கொஞ்சம் ஜாலியாக இருக்கும். அதுக்கப்புறம் நட்சத்திரம் நகர்கிறது. பட் ஆனால் அதான் த்ரூ அவுட்டாக நீங்கள் சொல்கிற மாதிரி அந்த கேரக்டர் தான் பண்ணணும். பண்ணாதான் அது வந்து பீப்புள் ஸ்டார்ட் சீயிங் த அதர் வே. இல்லைனா வந்து தே ஆல்வேஸ் மோஸ்ட் ஆஃப் த ஃபிலிம்ஸ் விச் கம்ஸ் டு மீ இஸ் லைக் சீரியஸ் ஃபிலிம்ஸ், ரஃப் கேரக்டரு, ஒரு மாசான கேரக்டரு, இல்லைனா வந்து സൈക്കോ அந்த மாதிரி தான் வரும். ஸோ வந்து டு ഫൺ வந்து വരണം. ഈ ആർഡിഎക്സിന് ശേഷം ഒരു ആക്ഷൻ ഹീറോ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്ഷൻ ഇതിലുണ്ട്. ഇപ്പം ലുക്മാനൊക്കെ പറഞ്ഞിട്ടുണ്ട് തല്ലുമാലയ്ക്ക് ശേഷം ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട് പുള്ളിനെ ഒന്ന് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പറയുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ആക്ഷൻ ഉണ്ട് കേട്ടോ ഇതിനുള്ളതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വന്നിട്ടുണ്ടോ ആർഡിഎക്സിന് ശേഷം? അതിനുശേഷം അതല്ലേ കൂടുതൽ വരിക. ഇതിലും ഉണ്ട് ആക്ഷൻ, ഇതിലും ഉണ്ട് 3 ആക്ഷൻ, ഇതിലും ഉണ്ട് 10 ആക്ഷൻ. ആ സീന് ലേലം വിളി ആക്ഷൻ. എങ്ങനെയാ ഒരു ഇവിടെ ഒരു ഫൈറ്റ് പീസ് വെച്ചാൽ വർക്ക് ആവും, അല്ലെങ്കിൽ അത് ആ കോൾ എങ്ങനെ എടുക്കുക? ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യോ അതോ ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഇല്ല? ഇപ്പൊ അതായത് സിനിമയുടെ ഏത് ഭാഗത്താണെന്നുള്ളത് നോക്കി ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾക്കൊരു ആദ്യത്തെ ഒരു 20 മിനിറ്റിനുള്ളിലാണെങ്കിൽ ഒരു വലിയ കാരണമില്ലാത്ത ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർ കുഴപ്പമില്ലാണ്ട് കണ്ടേക്കിരിക്കും. ഇതേ ഒരു കാരണമില്ലാത്ത ഫൈറ്റ് നമ്മളൊരു ഇന്റർവെലിന് ശേഷം ഒരു 3/4 ഭാഗത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ലാഗ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകും. ആണോ? അല്ല, ചിലപ്പോൾ സംഭവിക്കാം. അല്ലെങ്കിൽ അത് ലാഗ് ആവാം. നമുക്ക് കാരണമില്ലാത്ത ഫൈറ്റ് ആണെങ്കിൽ കാരണം എവിടെയാ അല്ലെങ്കിൽ എവിടെയാണ് ആ സിനിമയുടെ അനുസരിച്ചിട്ട് പ്ലേസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. இப்போ ஒரு கேரக்டர் எடுக்கும்போது நீங்க அதோட ஸ்க்ரீன் டைம் ஸ்டோரியில என்ன இன்ஃப்ளூயன்ஸ் வருத்தும் அப்படியெல்லாம் யோசிப்பீங்க? 100%. ஓகே, நான் யோசிப்பேன். the reason is இப்போ இருக்கிற காலத்துல வந்து directors, I mean face are not registering in the proper way. So I mean not only me, I think every artist will demand that only the screen presence space, like என்னோட ஸ்க்ரீன் பிளேஸ் ஸ்பேஸ் எவ்வளோ இருக்கு, கொஞ்சம் நல்லா இருங்க, கொஞ்சம் இம்பார்ட்டன்ஸ் கொடுங்க. ஸோ தட்
இன்னொரு டிரெக்டர் ஒரு படம் பார்க்கும்போது ஆப்வியஸ்லி மக்கள் தான் பார்ப்பாங்க. அதுக்கு முன்னாடி ஒரு டிரெக்டர் படம் பார்க்கும்போது அவங்க மைண்ட்ல ரெஜிஸ்டர் ஆகணும். சரி ஓகே இந்த பையன் ஒரு இந்த பொண்ணு இந்த மாதிரி நடிக்க முடியும். ஓகே இந்த மாதிரி அவங்களுக்கு மோல்ட் அப் பண்ண முடியும். இப்போ ஒரு பொண்ணு வந்து ஒன்லி கிளாம் சைடு மட்டும் காமிக்கிறேன்னா அந்த எந்த டைரக்டருக்கு புரிய மாட்டேங்குது. ஓகே வாட் ஸோ தட்ஸ் த ரீசன் ஸ்க்ரீன் ப்ரெசன்ஸ் இஸ் வெரி இம்பார்ட்டன்ட் ஐ ஃபீல். ഒരു തമിഴ് സിനിമ അതിപ്പം മലയാളത്തിൽ ഇറക്കുന്ന സമയത്ത് ഈ ബൈലിംഗ്വലൊക്കെ ആയിട്ട് ആളുകൾ ചിന്തിക്കുമല്ലോ, അല്ലെങ്കിൽ ഇത് തമിഴിലും വർക്ക് ആവണം മലയാളത്തിലും വർക്ക് ആവണം. അപ്പൊ ഈ തമിഴ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു പൊതുധാരണ അത് കുറച്ച് ലൗഡായിരിക്കണം, മലയാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സട്ടിലായിരിക്കണം. എന്നിട്ട് എന്താ വരുന്ന വെച്ചാൽ ഇതിന്റെ ഒരു മിഡ് പാത്ത് പിടിക്കാൻ നോക്കും. എന്നിട്ട് അവിടെയില്ല എവിടെയില്ലാത്തൊരു അവസ്ഥയുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഷൈൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എന്തുകൊണ്ടാണ് മലയാള ഭാഷയിൽ ഈ പടം വരില്ല. ഈ പടം മലയാളം ഡബിൽ ഇറങ്ങില്ല. നിങ്ങൾക്ക് സബ് ടൈറ്റിൽ വരും. ഇപ്പൊ തമിഴ് അറിയാത്തവർക്ക് ഇവിടെ മലയാളത്തിൽ സബ് ടൈറ്റിൽ കാണാമെന്നുള്ളൂ. ഇത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഒരിക്കലും ഞാൻ പറഞ്ഞത് ഇതൊരു കൾച്ചർ പടമാണ്. ഇപ്പൊ അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞൊരു സിനിമ, നമ്മുടെ അങ്കമാലി നടക്കുന്ന കഥ നമുക്ക് തമിഴ്നാട്ടിൽ ഡബ് ചെയ്ത് ഇറക്കി എങ്ങനെ ഉണ്ടാവും? കണക്ട് ആവില്ലല്ലോ. അതേ പ്രശ്നം ഇതിനും സംഭവിക്കും. കാര്യം ഇത് അങ്ങനെ ഒരു അത്യാവശ്യം ആ ഓത്തന്റിസിറ്റി പിടിച്ചാണ് കഥ പറഞ്ഞു പോയേക്കുന്നത്. ആ സ്ഥലത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നതിന്റെ വിഷയം ആ ടെറൈൻ ആയതുകൊണ്ടാണ്. അതും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് ഇങ്ങോട്ടേക്ക് ഡബ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയൊരു പടമല്ല. അതുകൊണ്ട് തന്നെ ബൈലാംഗ്വൽ ആക്കണ്ടെന്നുള്ളൊരു തീരുമാനം ഞാൻ ആദ്യമേ അവരോട് എടുക്കാമെന്ന് പറഞ്ഞത്. landscape, area, state can be different. എല്ലാമേ കഥ, emotion is same everywhere all over the world la. So Manjuval Boys was made in Malayalam, Avesham was made in Malayalam. Why it become Kumbalangi Nights, RDX, why it ran well in Chennai also, Tamil Nadu also? Because emotions they get connected. No, that doesn't matter also. That doesn't matter where it happens. Vijay sir is a superstar. Vijay sir padam inga emotion connect aanalo oduma after Mohanlal ma'am that star Mohanlal and Mammootty. Amla I in fact like very much Amla Paul, like we are talking about small films. No, we are talking about small films. Okay, but I'm just saying like Amla Paul is also I mean her scripts are really nice. Choice of film. The choice of woman centric scripts are also what she does. ഇതിന് ശേഷം അപ്പൊ ഇതിന്റെ കൂടെ പാരലൽ അനൗൺസ് ചെയ്ത സിനിമ ഉണ്ടല്ലോ, ഹാലുണ്ട്, ഒരു കബഡി പടം വരുന്നുണ്ട്. ഹാല് കംപ്ലീറ്റ് ഒരു മ്യൂസിക്കൽ പരിപാടിയാണെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. മറ്റേ കബഡി അത് ഔട്ട് ആൻഡ് ഔട്ട് സ്പോർട്സ് ജോണർ ആയിരിക്കും. അത് ഔട്ട് ആൻഡ് ഔട്ട് സ്പോർട്സ് ജോണർ അല്ല, പക്ഷെ സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ഡ്രാമയാണ്. ഓക്കെ, അങ്ങനെ പോകും. അതായത് സ്പോർട്സിൽ നിന്ന് തുടങ്ങി അതൊരു ഗാങ്സ്റ്റർ ഒരു ഡ്രാമാറ്റിക് പരിപാടിയിലേക്ക് മാറും. കംപ്ലീറ്റ്ലി സ്പോർട്സ് അല്ല. ആഫ്റ്റർ 2018 இந்த மலையாளம் படத்துல வந்து கால்ஸ் வருதுண்டா, அதோட சாய்ஸ் எப்படி? நிறைய வந்தது, பட் ஆனா கொஞ்சம் கரெக்டா இத பண்ணா நெக்ஸ்ட் கொஞ்சம் கரெக்டா பண்ணனும்னு சொல்லிட்டு. என்னென்னலாம் பாப்பீங்க இப்போ? டைரக்டரா, ஸ்கிரிப்டா, எதெல்லாம் பாப்பீங்க? ஸ்கிரிப்ட் தான் ஃபர்ஸ்ட் மெயின். அப்புறம் டைரக்டர்ஸ் ஓகே, ஃபர்ஸ்ட் ஃபிலிம் இட் கேன் பி ஃபர்ஸ்ட் ஃபிலிம் டைரக்டர், டசன்ட் மேட்டர். தி ஸ்கிரிப்ட் இஸ் நைஸ், தட் யூ கேன் பிலீவ் தி ஸ்கிரிப்ட், தட்ஸ் ஆல். அந்த டீம் அப்புறம் கரெக்டான ப்ரொடக்ஷன் பண்றாங்களான்னு பார்ப்போம். பட் அது கூட மேட்டர், பஸ் ஃபர்ஸ்ட் ஸ்கிரிப்ட் அண்ட் தி டைரக்டர் அவ்வளவுதான்.